പ്രേതത്തിനെ കാണുന്നത് വരമാണെന്നോ? അധികാരം എനിക്കില്ലടാ. ആരാണോ കൊടുത്തത് അവനായിരിക്കും. അത് പ്രേതാത്മാവാണെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ തന്നെ പോയിക്കോളൂ. സാധിച്ചു കൊടുക്കണമെന്നോ? അതുങ്ങൾക്കോ? വിട്ടാ ഞങ്ങളെ തന്നെ കൊന്നുകളയും. എന്നെ ഞാനില്ല. കാണുമ്പോൾ തന്നെ പേടി തോന്നും. വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവനാ നീ. ഇവരെ കണ്ട് എന്തിനു ഭയക്കണം നീ? കല്ലിനെ കല്ലായിട്ട് കണ്ടാൽ കല്ലായിട്ട് തോന്നും. അത് അമ്പലത്തിനുള്ളിൽ കണ്ടാലോ ദൈവം. മനസ്സാണു കാരണം എല്ലാത്തിനും. ഭയത്തോടെ കണ്ടാൽ പ്രേതമായി തോന്നും. സാധാരണയായിട്ട് കാണ് മനുഷ്യരായി തോന്നും. മനസ്സ് ദൃഢപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാം ശരിയാകും. പേടിക്കണ്ട. ആരെ സുഹൃത്താണോ? അതെ. നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. നീ ഒരുപാട് കാണുവാനുണ്ട്. നന്നായി വരും. നന്നായി വരും. എന്താ പറയുന്നേ? ഒന്നുമില്ലടാ, ചുമ്മാ വേറെ പണിയില്ല. മനസ്സ് ദൃഢപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു ചുമന്ന ടീഷർട്ട് ഇട്ട ആരെങ്കിലും കണ്ടായിരുന്നോ? ചുവന്ന ടീഷർട്ട് ഇട്ട ആരെങ്കിലും കണ്ടായിരുന്നോ? നീ എവിടെ പോയി തപ്പാനവനെ പോയെന്നാ പറഞ്ഞത്. ഇനി എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം. ജെറ്റേ, എന്താ? എല്ലാത്തിനും നമ്മുടെ മനസ്സാ കാരണം. സാർ സാർ പ്ലീസ് സാർ, എൻ്റെ ഫോണും പേഴ്സും കാണുന്നില്ല. എൻ്റെ മോള് മേടിച്ചെന്ന ഫോണാണ് സാർ. 35,000 രൂപയുടെ ഫോൺ. സാർ ചിലപ്പോൾ കാറിനകത്ത് വെച്ച് കാണും. വാ നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാരെയും കണ്ടിട്ട് മനുഷ്യന്മാരായിട്ട് തന്നെ തോന്നുന്നേ. നേരാടാ, എനിക്കും അതുപോലെ തോന്നുന്നത്. എടാ ഭയങ്കര. ആരുടെ ഫോണാ? പ്രവൃത്തോണ്ട് പോകുന്നില്ലേ, അയാളുടെ ഫോണാ. എടാ പേഴ്സ് കൊടുത്തോ? എടുക്കാതെ നിന്റെ അപ്പന്റെ ഹോട്ടലാണോ? ആര് ബില്ലടയ്ക്കും? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതിന് മനുഷ്യനേതാ പ്രേതം ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഞാനൊരു ഇംഗ്ലീഷ് പടത്തിൽ കണ്ടിട്ടുണ്ട്. പ്രേതങ്ങൾ ക്യാമറയിൽ പതിയില്ല. ഓ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് ചെയ്ത് നോക്കാം. മാസേ, നിന്റെ ബാക്ക് സൈഡിൽ പച്ച കളർ ഷർട്ട് കണ്ടിട്ട് പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട്. അവന്റെ ഫോട്ടോ എടുക്ക്. എടാ നേരാടാ, പച്ചക്കളർ മനുഷ്യൻ തന്നെ. ഓ, വെള്ള കളറാടാ പ്രേതം. ക്യാമറയിൽ പതിയുന്നില്ല. കൊള്ളാലോ, മനുഷ്യനേക്കാളും പ്രേതമാണല്ലോ ഡീസന്റ്. ഈ കാര്യം പുറത്തു പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല അല്ലേ? ആര് വിശ്വസിക്കാനാ? നമുക്ക് വട്ടാന്നേ പറയത്തുള്ളൂ എല്ലാം. അനങ്ങാതിരിക്കെ. ഓക്കെ. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് നോക്കുന്നുണ്ട്. അനങ്ങാതിരുന്നു. ഓക്കെടാ. റെഡി. ഒരു മിനിറ്റ് എടാ. സ്മൈൽ. ഓക്കെ അല്ലേ? മാസേ, എടാ മാസേ, ഞാൻ മരിച്ചു പോയോ? എടാ ഒന്ന് പറയടാ.
ഇത്ര നാളായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നീ മൈൻഡ് ചെയ്യാതെ കുടിച്ചോണ്ടിരിക്കുവാണല്ലോ. ഡാ, ഒന്നും മനസ്സിലാവുന്നില്ലടാ. എന്തോ ഒരു ശൂന്യത പോലെ. ശരി, ഒരു ഹാഫ് ഇങ്ങ് കൊണ്ടുപോവാ. നീ ഭാഗ്യം ചെയ്തവനാണ്. ഇനി മുതൽ നീ കുടിക്കണ്ട, സിഗരറ്റ് വലിക്കണ്ട, കുളിക്കാൻ വേണ്ട. എന്തൊരു ജീവിതമാടാ നിന്റെ. ഒരു പ്രശ്നം അറിയാതെ എന്തൊരു സന്തോഷത്തിൽ ജീവിക്കുന്നത്. ഇവനെന്താ തന്നെ സംസാരിക്കുന്നത്? മരിച്ച ഒരാളോടാണോ ഇങ്ങനെ സംസാരിക്കേണ്ടത്? നിനക്കൊന്നും ഒരു വിഷമവും ഇല്ലടാ. ഏടാ, നീ അതിന് മരിച്ചു പോയതുപോലെ ഇല്ലല്ലോ. ഇപ്പോ നീ എൻ്റെ അടുത്തില്ലെന്ന് വെച്ചോ, എനിക്ക് അതുപോലല്ലേ തോന്നൂ. അതിന് നീ എൻ്റെ നേരെ കുത്തിയിരിക്കുമല്ലേ, അതിന് ഞാനെന്തിനു വിഷമിക്കണം? എന്നാലും കുടിക്കാൻ പറ്റില്ലല്ലോ. മാസ മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കില്ലേ? അതുപോലെ തന്നെ എനിക്കും വെള്ളവും സൈഡ് ഡിഷും എല്ലാം തരാലോ. ഇതാ തിന്ന്, ഇതാ തിന്നാൻ. നീ ചോദിച്ചതല്ലേ, തിന്നാൻ. നിനക്ക് ഈ ഗ്ലാസ്സിലിരിക്കുന്ന കുടിക്കാൻ പറ്റുന്നില്ല, പോരാഞ്ഞിട്ട് അവന് കിള്ളി വെക്കണമെന്ന്. ഇതിനേക്കാളും ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ, ഇവൻ ഒരു പ്രേതം, എന്നിട്ട് മറ്റു പ്രേതങ്ങളെ പേടിക്കുന്നു. എടാ, അവരെല്ലാം കണ്ട ക്രൂരമായ പ്രേതത്തിനെ പോലെ. ആരും എന്നെ പോലെ ഫെയർ ആൻഡ് ഹാൻഡ്സം ആയിട്ടില്ലല്ലോടാ. അവൻ ഏത് സാധനമാണോ അടിക്കുന്നത് ആ സാധനം എനിക്ക് കൊണ്ടുപോകാം. ശരി സാർ. പോകാലോ പറഞ്ഞോട്. രാത്രിയായ പിന്നെ നായ്ക്കയുടെ ശല്യമാ. മാസേ അങ്ങോട്ട് നോക്കിയടാ. നോക്ക്, കാറിന്റെ ഡിക്കിയില് 2 പ്രേതം. എടാ, പ്രേതങ്ങളെ കണ്ടാ നായിട്ട് ഓടിക്കുന്നത്. നായയുടെ കണ്ണിന് ഞങ്ങളെ കാണാൻ പറ്റുമല്ലേ? അതുകൊണ്ടായി രാത്രി നായ്ക്കൾ ഓടിക്കുന്നതല്ലേ. ഇത്രയും നാളും നായി നമ്മളെ ഓടിക്കുന്നത് കരുതിയേ, പക്ഷെ കൂടെ വരുന്ന പ്രേതങ്ങളെ ഓടിക്കുന്നത് മച്ചു. ഇതെങ്ങാനും ജനങ്ങൾ അറിഞ്ഞാ പിന്നെ തീർന്നത് തന്നെ. എന്ത് ചെയ്യാനാ, രാത്രി ഒരുത്തിനും വീട്ടിൽ നടക്കത്തില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്നതിന്റെ കഥ തീർന്നു. എന്തായാലും നന്നായിരിക്കും. എടാ, എന്താടാ കണ്ടിട്ട് മാലിന്യെ പോലെ ഉണ്ടല്ലേ? അല്ല, ഇതെന്താ ഈ സമയത്ത് ഇതിലെ കൂടെ എന്താ? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ താമസിക്കെന്ന് കരുതി ഞങ്ങൾ പോവായിരുന്നു. ഓ, അല്പം ഫിറ്റ്. സോറി, ചെറുതായിട്ടൊന്ന്. അതൊന്നും സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായെന്നറിയാം, മനസ്സിലാവുന്നുണ്ട്. എന്തു പറ്റി? എന്താ ഒരേ ഒരു ഫ്രണ്ട്. മാസേ, എടാ മാസേ, അയ്യോ കരയരുത് പ്ലീസ്. എന്തിനാ കരയുന്നത്? എടാ മാസേ, എടാ ഇത്ര നേരമില്ലാത്ത വിഷമം നിനക്ക് എവിടെ നിന്ന് വന്നേ? എടാ എന്റെ കെട്ടിപ്പിടിച്ചല്ലോ. എടാ എടാ എടാ, കുറച്ചു നേരം മുമ്പല്ലടാ ഒരു വിഷമം ഇല്ലെന്ന് പറഞ്ഞേ. പറയുന്ന കേക്ക്. അതെ, കരയരുത്, ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനുണ്ടെന്നേ. സോറി മാലിനി, ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഞാനുണ്ടെന്നാ പറഞ്ഞേ. നേരാണോ? ഒരുപക്ഷെ നമ്മളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായിരിക്കും ജെറ്റ് മേളിലേക്ക് പോയത് അല്ലേ? മുകളിൽ എന്താടാ, ഞാൻ താഴെയല്ലേ നിൽക്കുന്നേ. ഇപ്പൊ ജെറ്റ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായെന്നറിയാം. അടുത്തല്ലേ നിൽക്കുന്നേ. ഓടാ ജെറ്റേ. ഞാൻ സന്തോഷിക്കുവാണ് ഇപ്പം. വേണ്ടടാ. എന്നാ ഞങ്ങൾ വരട്ടെ. നാളെ നമുക്ക് ആശുപത്രി വെച്ച് കാണാം. വേറൊരു കാര്യം ചേട്ടാ, ചേച്ചി ഇപ്പൊ ആശുപത്രിയിലൊന്നും വരാറില്ല. എന്താ എന്താ എന്ത് പറ്റി? അല്ല, അന്ന് പറഞ്ഞിരുന്നില്ലേ ഡീൻ പ്ലേസ്മെന്റ് വേണ്ടിട്ട് കൈക്കൂലി ചോദിച്ചത്. ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടനെ പിന്നെ കാശുകൊണ്ട് വന്നതാ. ലവ്വാണെന്ന് വിചാരിക്കലടാ. എത്ര ആണെന്നാ പറഞ്ഞ? 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപ. അതിനെന്താ, തരാം. ഒരു 2 days ടൈം നമുക്ക് കൊടുക്കാം. വേണ്ട, സാരമില്ലെന്നേ, ഒരുപാട് ബുദ്ധിമുട്ട്. അല്ലല്ല, ഞാൻ തരാം. പിന്നെ അത് ഈസി അല്ലേ? സൂക്ഷിക്കണേ, ഞങ്ങൾ പോവാ. അടുത്ത കാശ് റെഡി ആക്കിയോ? കാശ് മേടിക്കാൻ വന്നാടാ. എന്താ ചെയ്യാൻ പോകുന്നേ? 3.5 ലക്ഷം 2 ദിവസം മാത്രം. ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോവാണോടാ? അത് ബൈക്ക് വിൽക്കാനോ? ബൈക്ക് വിറ്റിട്ട് ബാക്കിക്ക് ബോണ്ട കഴിക്കാം. എന്താ പറയടാ? പറ്റത്തില്ലെന്ന് പറടാ. അയ്യോ എന്റെ മാസേ, ഐ തിങ്ക് ഇറ്റ്സ് ഇംപോസിബിൾ. എന്തു പറ്റി? എന്തിനാ ചിരിക്കുന്നേ? ഐഡിയ കിട്ടിയോടാ? ഐഡിയ ആണോടാ മാസേ? കൊള്ളാലേ. ഇവന്മാരോടെ പോയി അവിടെ തന്നെ എന്ത് കാണിക്കോടോ? ധ്യാനം ചെയ്യുന്നു, ധ്യാനം. ഓംകാരുനാഥാന സൗദാന മൗഗാനമേ. സൂപ്പർ സൂപ്പർ, വെരി നൈസ്. വാ വാ, കൂട്ടപ്പാടത്തിൽ നടത്താം വാ. ഓക്കേ. എടോ, എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കഴിച്ചിട്ട് ഒത്തിരി നാളായി. വെറുതെ തമാശ കാണിക്കാതെ വാ. അയ്യേ, എന്താ
എന്തിനാ എല്ലാരെയും വിളിച്ചത്? വേറെ ആരാണ് അകത്തുള്ളേ? വേറെ ആരുമില്ല മാസേ. എന്താ അത്രേ ഉള്ളോ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാരും കൈ കെട്ടാ. നീ കെട്ടാനാ പറഞ്ഞേ. എന്തിനാണ് ഇത്രയ്ക്കും പത്രാസ്? ഇങ്ങനൊക്കെ ചെയ്താലേ നിന്നോട് റെസ്പെക്ട് ഉണ്ടാവും. ദേ ഒരു കാര്യം, നിങ്ങളെല്ലാരും എന്തിനാ എന്റെ പുറകെ ചുറ്റി നടക്കുന്നതെന്നറിയാം. നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹമുണ്ട്. അതെല്ലാം ഞാൻ കാരണം നിറവേറ്റാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? നേരല്ലേ? അല്ലേ? ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? പുണ്യം കിട്ടും മോനെ. പുണ്യം കിട്ടുന്നതോ? ആവശ്യമായിരുന്നു. വല്യച്ഛ, ഈ പുണ്യം കൊണ്ട് ഞാൻ എന്തെടുക്കാനാ? ഒരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശ് ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഞാൻ എങ്ങനെയാണോ, 3 നേരം ആഹാരം വേണം, ഇടാൻ നല്ല തുണി വേണം, വീട്ടുവാടക കൊടുക്കണ്ടേ? എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കളാ. അതിന്റെ ഇടയ്ക്ക് പുതിയ ലവ് സ്റ്റോറി. ഈ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ചെലവ് എത്ര മാത്രമാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക്. അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഫോർ ഡീൽ ഞങ്ങൾ ചെയ്തിട്ട് മതി. എന്താണ് സെയിൽസ് റപ്പ്? Yes, Blackie. നീ എന്തിനാ അവന് വേണ്ടി വക്കാലത്ത് വായിച്ചോണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ അയാളോട് സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് സഹായം ചോദിക്കുന്നു. ഇതിങ്ങനെ പോയ അതോടെ പോയി. എടാ, നീ എന്തോ അവന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ കളിയാക്കൊണ്ടിരിക്കുന്നത്? ചിന്ന അദ്ദേഹം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ? എന്തോന്ന് ചിന്ന, എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത്? യെസ്, അക്കോർഡിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ് 407. എന്താ ഇത്? നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ പറയുന്നേ? ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, ചുമ്മാ തരി. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്തോന്ന് ചെയ്തു തൊലയ്ക്ക് വന്നാ? ഓ, അപ്പൊ എന്റെ തലയെ കൊണ്ട് കുറ്റം വിടുക. എന്താ പറയുന്നത് കണ്ടില്ലേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തോ പാവല്ലേ പൊക്കോട്ടെന്ന് വെച്ചാ എന്റെ തലേ കയറി നിരങ്ങുമല്ലേ? നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്നെ സഹായിച്ചാ നിങ്ങളെ ഞാൻ സഹായിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ വിട്ടോ, സ്ഥലം കാലിയാക്കാൻ പോകാൻ പറയണം. എല്ലാത്തിനോടും പോകാൻ പറയാം. ദേഷ്യപ്പെടുന്നേ. നോക്ക്, മാസം നിങ്ങളെ സഹായിക്കുന്ന വിശ്വാസമുള്ളവര് ഈ സൈഡില് നോക്ക്, വലിഞ്ഞു കയറി ചെല്ലുന്ന നാണക്കെട്ടവൻ. സാറേ പേരെന്താ? ശ്രീകുമാർ. ആ, ഈ സാറിനെ പോലെ ഈ സൈഡിലോട്ട് വരണം. കം ഓൺ ഗയ്സ്, എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്താ വിളിക്കുന്നേ? പ്ലീസ് കം, വാ പോകല്ലേ പോകല്ലേ മടിക്കാതെ വാ. പോകല്ലേ, പോയാ കുളവാകുവേ. മക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും സഹായം ആവശ്യമല്ലേ? അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത്? എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാളെ അയച്ചിരിക്കുക. വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. ഇങ്ങോട്ട് നോക്ക കാരണവരെ, നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം. പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത്. അതെ, ചതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിലില്ല കേട്ടോ. മോനെ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടെന്നോ? കഴിക്കാനെന്താ? എന്തോന്ന് റെഡിയാണെന്ന് വെച്ചിട്ട് വയ്യ. എത്ര നേരമായി റെഡിയായി എന്ന് പറയുന്നത്? കുളിച്ചിട്ട് കുറെ നേരമായി ഇവിടെ ഇരിക്കുക. യൂസ്ലെസ്. എന്താ ശബ്ദം? വെച്ചെന്ന് ജീവൻ പോകാൻ പോയി. അച്ഛാ, റാങ്ക് കാർഡ് ഇതാ. കഴിഞ്ഞു. ഓഹോ, സൂപ്പർ. 3-0. വെരി ഗുഡ്. ഐ ലവ് യു മോനെ. ആ കണ്ണാടി ഒന്ന് മാറ്റിക്കേ. 3-0. 1-0, 2-0. മൂന്നാമത് 0 എങ്ങനെയായിട്ടെ? ഇങ്ങനെയാണോടാ? നിന്റെ കൈവിൽ ഞാൻ എന്റെ അമ്മേ, ഇതാരാണോ? ഇതാരുടെ നമ്പറാന്ന് അറിയില്ലല്ലോ. ഫോൺ ചെയ്യണ ഈ നമ്പറിലേക്ക്.